വെറുതെ പട്ട പറിക്കാനും വെള്ളം ചീറ്റാനും മാത്രമല്ല കേട്ടോ ആനയുടെ തുമ്പിക്കൈയുള്ളത്. താൻ നിൽക്കുന്നതിന്റെ മുന്നിലെ 20-30 മീറ്ററിനുള്ളിലുള്ള കാഴ്ചകൾ മാത്രമേ ആനയ്ക്ക് വ്യക്തമായി കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ആനകൾ മണം വെച്ചാണ് ചുറ്റുപാടിനെ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും. അവർ അങ്ങനെ മനസ്സിലാക്കുന്നത് അത്ര നിസ്സാരമായ കാര്യങ്ങളല്ല കേട്ടോ. 20 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിന്റെ ഉറവിടം വരെ ഇവർക്ക് തുമ്പിക്കൈ വെച്ച് മണത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ വെള്ളം മണ്ണിനടിയിലാണെങ്കിലും അവർ തിരിച്ചറിഞ്ഞേക്കും. ഈ മണം വെച്ച് തന്നെയാണ് ഇവർ ഇണയെ കണ്ടുപിടിക്കുന്നതും ഇരപിടിയന്മാരുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതും. ഇനിയൊരു രസകരമായ കാര്യം പറഞ്ഞോട്ടെ. ഒരു കൊമ്പൻ ഒരു ആനക്കൂട്ടത്തിലേക്ക് മതമെല്ലാം പൊട്ടി ഇണചേരാനായി വന്നു കഴിഞ്ഞാൽ അതിലുള്ള പിടിയാനകൾ മണം വെച്ചാണ് ഇവൻ ഈ കൂട്ടത്തിൽ നിന്നും മുമ്പ് പോയ ഒരു കൊമ്പനാണോ എന്ന് മനസ്സിലാക്കുക. മണം വെച്ച് ഈ കൊമ്പന് ഈ ആനകളായി എന്തെങ്കിലും രക്തബന്ധമുണ്ടോ എന്ന് പിടിയാനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇണചേരാനായി ആ കൊമ്പനെ അവർ തിരഞ്ഞെടുക്കില്ല. ആനകളുടെ വായയുടെ മേൽഭാഗത്ത് ജേക്കബ്സൺ ഓർഗൻ എന്നൊരു അവയവമുണ്ട്. തന്റെ തുമ്പിക്കൈ വെച്ച് വായുവിലെ കണികകളെല്ലാം വലിച്ചെടുക്കും. അത് ഈ അവയവത്തിൽ മുട്ടിച്ചാണ് ഇവർ പല കാര്യങ്ങളും മനസ്സിലാക്കാറ്. ഒരു വന്യജീവി സങ്കേതത്തിലേക്ക് യാത്ര പോയപ്പോൾ കിടക്കുന്ന മുറിയുടെ ജനൽ പൊളിഞ്ഞിരിക്കുന്നത് കണ്ടു. മുറിക്കുള്ളിൽ ജനലോരത്ത് പഴമെടുത്തു വെക്കുകയും ഇത് മണത്തറിഞ്ഞ ആന ആ ജനൽ പൊളിച്ച് പഴമങ്ങെടുത്തിട്ട് പോവുകയും ചെയ്തവേ. ഇങ്ങനെ നിങ്ങൾക്കും വല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ. ഒരു പുതിയ അറിവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിനെ ഫോളോ ചെയ്യാനും മറക്കല്ലേ.